ഞാൻ KKP സംഗീത, കണ്ണൂർ ജില്ലയിലെ മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്. എൻ്റെ സ്വന്തം നാട് പയ്യന്നൂർ കാർമേലാണ്. ഞാൻ 28 വർഷമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ കലാമണ്ഡലത്തിനടുത്ത് ചെറുതുരുത്തിയിലാണ് താമസിച്ചിരുന്നത്. കുടുംബമായിട്ട് അവിടെയാണ് സെറ്റിൽ ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ സർവീസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം. അങ്ങനെ നാട്ടിലേക്ക് വരാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫാമിലി ചെറുതുരുത്തിയിൽ നിന്ന് പയ്യന്നൂരേക്ക് സെറ്റിൽമെൻറ്റ് മാറ്റിയിട്ടുള്ളത്. ഹസ്ബൻഡ് PP പ്രകാശൻ PSC മെമ്പറാണ്. ഒരു മകളുണ്ട്, അവൾ തിരുവനന്തപുരം ഐസറിൽ PhD ചെയ്യുന്നു. പയ്യന്നൂർ എൻ്റെ സ്വന്തം നാട്ടിൽ, ജന്മനാട്ടിൽ ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ചെറുതുരുത്തിയിൽ ഞങ്ങൾക്ക് സാമാന്യം നല്ല ഒരു വീടുണ്ടായിരുന്നു. അതൊരു പഴയ രീതിയിലുള്ളൊരു വീടായിരുന്നു, ഒരു കൺവെൻഷണൽ രീതിയിലുള്ള വീടായിരുന്നു പണിതിരുന്നത്. ആ വീട് ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ച് അധികം ചൂടൊന്നും ഇല്ലാതെ കുറച്ചും കൂടി ഭംഗിയായി മനോഹരമായി പണിതൊരു വീടായിരുന്നു. അവിടെ 10-20 വർഷം ഞങ്ങൾ താമസിച്ചതാണ്. ആ വീട് പണിതിട്ടുള്ളതും ജൈവ ബിൽഡേഴ്സ് മുസ്തഫ ആണ്. അത് ആദ്യഘട്ടത്തിലല്ല, രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ മുസ്തഫയാണ് ചെയ്തിട്ടുള്ളത്. പയ്യന്നൂർ വീട് വയ്ക്കുമ്പോഴും മുസ്തഫയെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ അത് മുസ്തഫ തന്നെ പണിയുന്നുള്ളതാണ് പണിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ചെറുതുരുത്തിയിൽ നിന്ന് മുസ്തഫയുടെ വർക്കേഴ്സും ഓഫീസ് ബെയറേഴ്സും എല്ലാവരും ഇവിടെ വന്ന് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ളതുപോലെ ഞങ്ങളെപ്പോഴും പ്രകാശ് മാഷ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട് നമ്മളെ ഭയപ്പെടുത്തരുത്, വീടെപ്പോഴും നമുക്ക് സന്തോഷവും സ്നേഹവും ഒക്കെ നൽകുന്ന ഒരിടമായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റ്. അതുപ്രകാരം തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. പയ്യന്നൂരിൽ ബൈപ്പാസ് റോഡിൽ വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ മതിൽ, അവിടെയാണ് ഞങ്ങൾ വീട് പണിതിട്ടുള്ളത്. പയ്യന്നൂർ ടൗണിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്തായിട്ട് നിൽക്കുന്ന വീടാണിത്. ഇവിടെ നമുക്ക് 7 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. 7 സെൻറ്റ് സ്ഥലം കുറച്ച് സ്ക്വയറായിട്ടല്ല, ഒരു നീളത്തിലുള്ള സ്ഥലമായിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. അവിടെ വീട് വെച്ചപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് കൃത്യമായിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 വാഹനങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യം, പിന്നെ 3 ബെഡ്റൂം, 2 ബെഡ്റൂം താഴെയും 1 ബെഡ്റൂം മേലെയും ഉൾപ്പെടെ ഒരു നല്ല തുറസായ ടെറസ്, ലൈബ്രറി, മേലെ ഒരു വളരെ വിശാലമായിട്ടുള്ള ലൈബ്രറി. നന്നായിട്ട് വായന ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വയ്ക്കാൻ പാകത്തിലുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു ലൈബ്രറി. പിന്നെ മറ്റൊന്ന് വെച്ചാൽ, ഏതൊരു സ്പേസും ഉപയോഗിക്കാത്തതായിട്ടില്ല. ഈ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, എല്ലാ സ്പേസും നമുക്ക് പ്രയോജനപ്പെടാവുന്ന തരത്തിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അനാവശ്യമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡംപ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊന്നും സ്ഥലമില്ല. എല്ലാ സ്പേസും ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റും കൂടിയുണ്ട്. ഓപ്പൺ ടെറസ് വളരെ ഭംഗിയായിട്ട്, വളരെ സ്വസ്ഥത തരുന്ന തരത്തിൽ നമുക്ക് ഉദയവും അസ്തമയവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കൂടി വളരെ സൗകര്യപ്രദമായ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനും കൺസ്ട്രക്ഷനുമാണ് ഈ വീടിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വീടിന് ഒരു പേര്, ഈ വീടിന് നമ്മൾ ഇനി വയ്ക്കാൻ പോകുന്ന വീടിന് എന്ത് പേരിടും എന്ന് വീട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വന്നൊരു പേര് മനസ്സ് എന്നൊരു പേരാണ്. അപ്പോൾ മനസ്സ് എന്ന് ഒരു വീടിന് പേരിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. മനസ്സ് മോശമാവാൻ പാടില്ല, എന്തുകൊണ്ടും മനസ്സ് മോശമാവാൻ പാടില്ല, മനസ്സ് നന്നാവണമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സ് നന്നായിട്ട് തന്നെയാണ് പണിതിട്ടുള്ളത്. മനസ്സിൽ നമുക്കെപ്പോഴും സന്തോഷവും സമാധാനവും
ഉള്ളതും കൂടി ആവണം. അതിനുള്ള കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടും മറ്റ് ഇവിടുത്തെ താമസത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ ഫിസിക്കലായിട്ടും അതിൻ്റെ ഇമോഷണലായിട്ടുമുള്ള കണ്ടന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആ നിലയ്ക്ക് വീട് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. വീടാവുമ്പോൾ അവിടെ പകൽ സമയത്ത് പോലും ഒരു ലൈറ്റ് ഇടാതെ, പകൽ സമയത്ത് കൃത്രിമമായ ലൈറ്റൊന്നും ഇടാതെ ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന തരത്തിൽ ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. അത്തരത്തിൽ ഇവിടെ നല്ല വെളിച്ചം, പകൽ സമയത്ത് നമുക്കൊരു അധിക വെളിച്ചത്തിൻ്റെ ലൈറ്റിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് സൂര്യപ്രകാശം തന്നെ ധാരാളം ലഭിക്കുന്നതായിട്ടാണ് ഈ വീട് സംവിധാനം ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് കാര്യം കാറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ വിൻഡോസ് തുറന്നിട്ട് കഴിഞ്ഞാൽ, 2 സൈഡിലുള്ള വിൻഡോസ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം എയർ പാസേജ് ഉള്ള തരത്തിലും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാറ്റും വെളിച്ചവും ഏറ്റവും നന്നായിട്ട് ലഭിക്കുന്ന ഒരു സ്വസ്ഥത. പിന്നെ ഇതിൻ്റെ ഹൈറ്റാണ് മറ്റൊരു സവിശേഷത. സാധാരണ ഒരു ഡബിൾ സ്റ്റോറിയുടെ വീടിൻ്റെ ഉണ്ടാകുന്ന ഹൈറ്റിനേക്കാൾ കുറച്ചും കൂടി നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചൂട് അങ്ങനെ ഈ വീടിനകത്ത് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതൊക്കെ ഒരു വീടിൻ്റേതായിട്ടുള്ള കുറേ സവിശേഷതകളാണ്. എം ആർക്കിടെക്റ്റ് മുസ്തഫയുടെ കൂട്ടുകാരും കൂടെയുള്ളവരും ഈ വീട് കേവലം ഒറ്റ വർഷം കൊണ്ട് സെപ്റ്റംബർ 19 വീടിൻ്റെ കുറ്റിയടിക്കൽ കഴിഞ്ഞ് അടുത്ത സെപ്റ്റംബർ 5 ആകുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ട്. അത് അവരുടെ വർക്കിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ്. വളരെ പെട്ടെന്ന് വർക്ക് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് പയ്യന്നൂർ താമസിച്ച് ഇവിടെയുള്ള സറൗണ്ടിങ്സൊക്കെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ മെറ്റീരിയൽ റിസോഴ്സും എല്ലാം വളരെ വേഗം റെഡിയാക്കി വളരെ പെട്ടെന്ന് തന്നെ സ്പീഡി ആയിട്ട് അത് ചെയ്തു തീർക്കാൻ പറ്റി. അതും ഏറ്റവും വേഗത്തിൽ ഏറ്റവും മനോഹരമായി വീട് പണിത് തീർക്കാൻ പറ്റി എന്നുള്ളത് എം ആർക്കിടെക്ട്സിൻ്റെ ഒരു വളരെ വലിയൊരു സവിശേഷതയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അതങ്ങനെ തന്നെയാണ്.